ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയുടെ ആയുധ കലവറയിൽ വലിയ കുറവ് വരുത്തിയതായി റിപ്പോർട്ട്. പാട്രിയറ്റ് എയർ ഡിഫൻസ് ഇൻസെപ്റ്ററുകൾ, താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എന്നിവയ്ക്കാണ് ക്ഷാമം നേരിടുന്നത്. ഫെബ്രുവരി 28 തുടങ്ങിയ ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ 7 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിൽ തന്നെ വലിയൊരു ഭാഗമാണ് അമേരിക്ക ഇതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 41% അമേരിക്കയുടെ സർവീസസ്, നാവിക സർവീസസ് ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പാട്രിയറ്റ് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പകുതിയോളം ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതുകൂടാതെ മറ്റ് സംവിധാനങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അവയുടെ അപര്യാപ്തത തന്നെയാണ് നിലവിൽ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് താഡ് ഇന്റർസെപ്റ്ററുകളിൽ പകുതിയിലേറെ ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകളിൽ ചുരുങ്ങിയത് 45% ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നു. 30% ടോം ഹോക്ക് മിസൈലുകളും ദീർഘദൂര ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകളുടെ 20%-ലധികം അമേരിക്ക ഇതിനോടകം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ SM-3, SM-5 മിസൈലുകളുടെ വലിയൊരു അളവ് തന്നെയാണ് ഇപ്പോൾ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉയർന്ന അളവിലുള്ള ഉപയോഗം അമേരിക്കയുടെ സൈനിക മുന്നൊരുക്കങ്ങളെ തന്നെ വലിയ തോതിൽ ബാധിച്ചേക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇനിയൊരു പക്ഷേ അമേരിക്കയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ പോലും ഇത് വലിയ അപര്യാപ്തത ഉണ്ടാക്കും, ഇത് വലിയ രീതിയിൽ ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി കുറച്ചു കാലത്തേക്ക് കൂടിയുള്ള സൈനിക നടപടികൾക്ക് ആവശ്യമായ അളവിൽ മാത്രമേ അമേരിക്കയുടെ പക്കൽ ആയുധങ്ങളുള്ളൂ. പക്ഷേ മറ്റെവിടെയെങ്കിലും ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ അമേരിക്ക എങ്ങനെ അതിനെ നേരിടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത്തരത്തിലുള്ള ആയുധ ശേഖരം ഇപ്പോൾ അമേരിക്കയുടെ കലവറയിൽ ഇല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മിസൈൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെന്റഗൺ കരാറുകൾ ഇതിനോടകം തന്നെ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സൈന്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് കാലതാമസം എടുക്കും. നിർണായക പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരക്കാരെ കൊണ്ടുവരാൻ ഒരുപക്ഷേ 3 മുതൽ 5 വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സൈനിക ഉന്നതർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പുറകെ തന്നെ ആയുധങ്ങൾ ഉപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്നേ തന്നെ ഉയർന്നു കേട്ടിരുന്നു. പലതരത്തിലുള്ള ആശങ്കകൾ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇറാന്റെ പക്കൽ ഇപ്പോഴുള്ള കരുത്തുറ്റ മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയെ വലിയ തോതിൽ തന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അമേരിക്കയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം തന്നെയാണ് ഇത് വഴിതെളിച്ചേക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അത് നികത്താൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് കടന്നുപോയിരിക്കുന്നുവെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.